ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ ടേണിംഗ് പി എസ് സി. അപ്പോൾ നമ്മൾ ഇന്ന് മറ്റൊരു ക്വസ്റ്റ് പേപ്പർ ഡിസ്കഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താഴെ പറയുന്നതിൽ ശരിയായ ബന്ധം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 1ഉം 3ഉം ആണ് ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത്. ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലാണ് അല്ലേ? നമുക്കറിയാം ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറാണ്. അഹമ്മദാബാദ് ബിൽ സമരം ഗുജറാത്താണ്. അത് രണ്ടുമാണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത്. ചമ്പാരൻ ബീഹാറിൽ, അഹമ്മദാബാദ് ബിൽ സമരം നടന്നത് ഗുജറാത്തിലും. താഴെ പറയുന്ന മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. ശരിയാണല്ലേ? 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചിൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അതും ശരിയാണ്. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചിൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അപ്പോൾ ഇവിടെ തെറ്റായിട്ട് തന്നിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. തൃശ്ശൂർ പൂരം ആരംഭിച്ച മാർത്താണ്ഡവർമ്മ തെറ്റാണല്ലേ? ഓക്കെ, അടുത്തത് ചുവടെ നൽകിയിട്ടുള്ളവയിൽ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ് ചോദിച്ചിട്ടുള്ളത്. EMSന്റെ കൃതിയാണ് ഇതെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, 1.25 കോടി മലയാളികൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി, 1.25 കോടി മലയാളികൾ എന്ന് പറയുന്നത് EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ്. ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളെയുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ബന്ധം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ആണ് ശരി. കേസരി എന്ന പത്രം ആരുടെയാണ്? ബാലഗംഗാധര തിലകിന്റെ അല്ലെ. വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി. യങ് ഇന്ത്യ എന്ന് പറയുന്ന ഗാന്ധിജിയുടെ പത്രമല്ലേ? ഓക്കെ, അതാണ് ഇവിടെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത് 1ഉം 3ഉം. കേസരിയുടെ കൂടെ മറാത്ത എന്ന പത്രം കൂടെ ആരുടെയാണ്? ബാലഗംഗാധര തിലകിന്റെയാണ്. അതിൽ കേസരി എന്ന പത്രത്തിന്റെ ലാംഗ്വേജ് ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് മറാത്ത ഭാഷയിലാണ്. മറാത്ത എന്ന പത്രം ചോദിക്കണത് ഇംഗ്ലീഷ് ഭാഷയിലുമാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ കേസരി എന്ന പത്രം ബാലഗംഗാധര തിലക്, വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ദാദാബായ് നവറോജി. ഓക്കെ, താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് ലൂയി 15 അത് ശരിയാണല്ലേ? എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് ലൂയി 15. ഞാനാണ് രാഷ്ട്രം എന്ന് പറയുന്നത് ലൂയി 14. ഓക്കെ, ഞാനാണ് രാഷ്ട്രം എന്ന് പറയുന്നത് ലൂയി 14. ഓക്കെ, അടുത്തത് 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ്? ഓപ്ഷൻ സി, ചൈനയിലാണ്. 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലാണ്. ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുവാണ് ഇൽമനൈറ്റ് എന്ന് പറയുന്നത്. ഇൽമനൈറ്റ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ, അതായത് വിഷുവം സാധിക്കുന്നത് ഏതു മാസത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിലാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. ഏത് സംസ്ഥാനത്തിന്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം എന്ന് പറയുന്നത്? ബ്രഹ്മകമലം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിന്റെ ദേശീയ പുഷ്പമാണ്. ബ്രഹ്മകമലം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിന്റെ ദേശീയ പുഷ്പമാണ്. സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഡാഷ് ആണ്. എന്താണ് സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്? ഹൈവേ ആണ് അല്ലെ? ഓപ്ഷൻ സി, ഹൈവേ ആണ് ഇതെന്ന് പറഞ്ഞാൽ സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്. അടുത്തത്, സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി, ആന്ധ്രാപ്രദേശിലാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആന്ധ്രാപ്രദേശിലാണ്. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റിന്റെ പേരാണ് ഇതെന്ന് പറയുന്നത് PSLV. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റാണ് PSLV. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി, 1ഉം 2ഉം 4ഉം ആണ്. 1ഉം 2ഉം 4ഉം ശരിയാണ്. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. ശരിയാണ് അല്ലെ? ആസൂത്രണ കമ്മീഷൻ സ്ഥാപിച്ചത് 1950. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. അതും ശരിയാണ് അല്ലെ? 51 ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണെന്നാണ് പറയുന്നത്. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. ഓക്കെ, 3 സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ശരിയായിട്ട് തന്നിട്ടുള്ളത്. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 51 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഹരിത വിപ്ലവവുമായി ഇവിടെ ബന്ധമില്ലാത്ത കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, അതായത് ഓപ്ഷൻ ബി. ഡോക്ടർ MS സ്വാമിനാഥൻ പ്രധാന പങ്കുവച്ചു. ശരിയാണല്ലേ? നമുക്കറിയാം MS സ്വാമിനാഥൻ എന്ന് പറയുന്ന ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് അല്ലെ? MS സ്വാമിനാഥൻ പ്രധാന പങ്കുവച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ, അതായത് ഹൈ ഈൽഡ് വെറൈറ്റി ഓഫ് സീഡ് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഹൈ ഈൽഡ് വെറൈറ്റി ഓഫ് സീഡ്, അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ ഉപയോഗിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. ഓക്കെ, അടുത്തത്, G20 ഉച്ചകോടി 2023 ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണ് ചോദിക്കുന്നത്. 2023 G20 ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എല്ലാം ശരിയാണ്. ന്യൂഡൽഹിയിലാണ് നടന്നത്. നരേന്ദ്രമോദി ചെയർമാൻ ആയിരുന്നു. വസുദേവ കുടുംബകം ആയിരുന്നു മുദ്രാവാക്യം അല്ലെങ്കിൽ മോട്ടോ എന്ന് പറയുന്നത്. 18ാമത്തെ ഉച്ചകോടി ആയിരുന്നു. ഓക്കെ, ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. 2023 G20 കാര്യമാണ് പറയുന്നത്. ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. നരേന്ദ്രമോദി ചെയർമാൻ ആയിരുന്നു. വസുദേവ കുടുംബകം മുദ്രാവാക്യമായിരുന്നു. 18ാമത്തെ ഉച്ചകോടി ആയിരുന്നു.
റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ എന്താണ്? റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കിനാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങുന്ന നിരക്കിനാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ കാനേഷുമാരി അഥവാ സെൻസസ് തുടങ്ങിയ വർഷമാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി 1881 മുതലാണ്. 1881 മുതലാണ് ഇന്ത്യയിൽ കാനേഷുമാരി അഥവാ സെൻസസ് തുടങ്ങിയ വർഷം എന്ന് പറയുന്നത്. ചരക്ക് സേവന നികുതി എന്നാൽ എന്താണ്? ചരക്ക് സേവന നികുതി എന്നാൽ പരോക്ഷ നികുതിയാണ്. പരോക്ഷ നികുതിയാണ് എന്തെന്ന് പറയുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST എന്ന് പറഞ്ഞാൽ പരോക്ഷ നികുതിയാണ്. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നേടാത്തതാണ് ഓപ്ഷൻ ബി റോവിങ്, ചെസ്, ഗോൾഫ്. ഇതിൽ മൂന്നിലും എന്താണ്? 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ സ്വർണ്ണ മെഡൽ നേടിയിട്ടില്ല. ഓക്കെ, അടുത്തത് 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ക്യാബിനറ്റ് മിഷൻ. അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയൊക്കെ അപ്ലോഡ് ചെയ്തായിരുന്നു. അതിനകത്ത് എടുത്ത് നമ്മൾ പറയുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അത് കണ്ടവർക്ക് മനസ്സിലാവും. നമുക്ക് പിന്നെ എന്താണ് PVK ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റനും കൂടെയാണത്. ഓക്കെ, അടുത്തത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇതെന്ന് പറയുന്നത് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് 1, 3, 4. ഇന്ത്യ ഒരു ക്ഷേമ രാഷ്ട്രമായി മാറ്റുക എന്നതാണ് ലക്ഷ്യം. അല്ലെ, ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ത്യനെ ഒരു ക്ഷേമ രാഷ്ട്രമായിട്ട് മാറ്റുക എന്നതാണ് ലക്ഷ്യം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെ, നിർദ്ദേശക തത്വങ്ങളിലാണ് എവിടെയെന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നയരൂപീകരണത്തിനും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടത് നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് ഇവിടെ നമ്മുടെ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനയും ശരിയാണ്. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപവൽക്കരിച്ചിട്ടുണ്ട്. എന്താണ്? സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ 10 കവിയാത്ത അംഗങ്ങൾ ഉണ്ടാവും. 10 കവിയാത്ത അംഗങ്ങളാണ് ഉണ്ടാവുന്നത്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ 10 കവിയാത്ത അംഗങ്ങൾ ഉണ്ടാവും. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാമെന്നാണ് പറയുന്നത്. അതും ശരിയാണ്. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരം ഇല്ല. ഓക്കെ, എല്ലാം ശരിയാണ്. അല്ലെ, സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10 കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ നിർദ്ദേശിക്കാൻ അധികാരമില്ല എന്നാണ് പറയുന്നത്. എല്ലാം ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പാണ് ഏതെന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. അല്ല, ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമാണ് ഇതെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. താഴെ പറയുന്നതിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് 1, 3, 4. അതായത് രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ സംസ്ഥാന കൗൺസിലിന്റെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന അതായത് സ്റ്റേറ്റിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അല്ലെ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ബാക്കി എല്ലാം എന്താണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, രാജ്യസഭ ലോക്സഭ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ സംസ്ഥാന കൗൺസിൽ തെരഞ്ഞെടുപ്പൊക്കെ നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നതിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ദേശീയ പതാക. അല്ലെ, ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പേരാണ് പിംഗലി വെങ്കയ്യ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരാണ് ഇതെന്ന് പറയുന്നത്? സ്നേഹ സാന്ത്വനം എന്ന് പറയുന്നത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് പ്രസ്താവന? ഓപ്ഷൻ ഡി ആണ്. മൂന്നാമത്തെയാണ് തെറ്റ്. സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിന്റെ തലവൻ സെക്രട്ടറിയാണ്. ശരിയാണ്. സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിന്റെയും തലവൻ എന്ന് പറയുന്നത് സെക്രട്ടറിയാണ്. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനുമാണ് മന്ത്രിസഭ എന്ന് പറയുന്നത്. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെന്റിന്റെ ഇടപാടുകൾ നടക്കുന്നത്. ഓക്കെ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. അതിൽ ശരിയായത് സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിന്റെയും തലവൻ എന്ന് പറയുന്ന സെക്രട്ടറിയാണ്. ഗവർണറുടെ ചുമതല അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനുമാണ്. അതായത് ഉപദേശിക്കുവാനാണ് മന്ത്രിസഭ.
സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെന്റിന്റെ ഇടപാടുകൾ നടക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ. കേരളത്തിന്റെ 7ാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേരാണ് ഇതെന്ന് പറയുന്നത് എ ഷാജഹാൻ. കേരളത്തിന്റെ 7ാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയമിക്കപ്പെട്ട വ്യക്തിയാണ് എ ഷാജഹാൻ. എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ഓപ്ഷൻ ബി ഫെബ്രുവരി 2 ആണ്. ഫെബ്രുവരി 2 എന്ന് പറയുന്നത് തണ്ണീർത്തട ദിനമാണ്. ഓക്കെ. അടുത്തത് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശരിയായിട്ട് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എ ആണ്. 1, 2, 3. ദേശീയ തലത്തിൽ തെരഞ്ഞെടുക്കുന്നത്. അഖിലേന്ത്യാ സർവീസിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അഖിലേന്ത്യാ സർവീസ് ദേശീയ തലത്തിലാണ് തെരഞ്ഞെടുക്കുന്നത്. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത് അഖിലേന്ത്യാ സർവീസാണ്. ഓക്കെ. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ലയാണ് ഏതെന്ന് പറയുന്നത് കണ്ണൂർ എന്ന് പറയുന്നത്. 2011 സെൻസസ് പ്രകാരം സ്ത്രീ പുരുഷാനുപാതം കൂടുതലുള്ള ജില്ലയാണ് കണ്ണൂര്. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് സ്ഥാപിക്കപ്പെട്ട ഏജൻസി. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നിയമിച്ച ഏജൻസിയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഏതെന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ. ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ. കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത് യൂസ്റ്റേഷ്യൻ നാളി എന്ന് പറയുന്നത്. കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേഷ്യൻ നാളി. IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന. IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. 1, 3, 4. ജൈവവൈവിധ്യ സംരക്ഷണമാണ് IUCNന്റെ ലക്ഷ്യം. അല്ലെ? ശരിയാണ്. ജൈവവൈവിധ്യ സംരക്ഷണമാണ് IUCNന്റെ ലക്ഷ്യം. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്നത് ആരാണ്? IUCN ആണ്. അല്ലെ? റെഡ് ഡാറ്റ ബുക്ക് വംശനാശ ഭീഷണി നേരിടുന്നവരുടെ കുറിച്ച് പറയുന്ന ബുക്കാണ് എന്ന റെഡ് ഡാറ്റ ബുക്ക്. അത് പ്രസിദ്ധീകരിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അല്ലെ തയ്യാറാക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ IUCN ആണ്. ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതും ശരിയാണ്. ഓക്കെ. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത് ഓപ്ഷൻ സി എയ്ഡ്സ് എന്ന് പറയുന്നത്. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗമാണ് എയ്ഡ്സ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്? കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലാണ് കണ്ടൽക്കാടുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. താഴെ പറയുന്ന രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങളേവ? രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഏതെന്ന് പറയുന്ന ഓപ്ഷൻ എ സിക്കിൾ സെൽ അനീമിയയും ഹീമോഫിലിയയും. അത് രണ്ടും രോഗാണുക്കൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളല്ല. ഏത് ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്? ഏത് ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്. വായിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ വികസിപ്പിച്ച രാജ്യമാണ് ഏതെന്ന് പറയുന്നത് ചൈന എന്ന് പറയുന്നത്. വായിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് ചൈന. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ വക്രത ആരം 20 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കൽ ദൂരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 10 സെന്റിമീറ്റർ അല്ലെ? വക്രത ആരം റേഡിയസ് എന്ന് പറഞ്ഞത് 20 ആണ്. അപ്പൊ അതിന്റെ എഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. എഫ് എന്ന് പറയുന്നത് എത്രയാണ്? r/2 ആണ്. അപ്പോൾ 20/2 എന്ന് പറയുമ്പോൾ 10 ആണ് ഉത്തരം എന്നാണ്. ഫോക്കൽ ദൂരം എന്ന് പറയുന്നത് 10 ആണ്. തിരശ്ചീന ദിശയ്ക്ക് മുകളിലായ 45 ഡിഗ്രി കോണളവിൽ ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിന്റെ തിരശ്ചീന പരിധിയും പരമാവധി ഉയരവും തമ്മിലുള്ള അനുപാതം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? ഓപ്ഷൻ ബി 1:4 ആണ്. 1:4. ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗമാണ് ഇതെന്ന് പറയുന്നത് ഓപ്ഷൻ സി അൾട്രാവയലറ്റ് തരംഗങ്ങൾ. UV റേസ് ആണ് ഇതെന്ന് പറഞ്ഞാൽ ജലം അണുവിമുക്തമാക്കാനുള്ള ശുദ്ധീകരണങ്ങൾ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങൾ. ഓക്കെ. UV റേസ്. ചന്ദ്രൻ 3 വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് വേണ്ടിയാണെന്നാണ് ചോദിക്കുന്നത്. എത്രയാണ്? ഓപ്ഷൻ സി 14 ഭൗമദിനത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ. 14 ഭൗമദിനങ്ങൾ. ഏത് മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ഇലക്ട്രോൺ ഡൈനാമിക്സ്. നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവകാവസ്ഥയിലാണ്. നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. ഓക്കെ. നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവക അവസ്ഥയിലാണ്. നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം എന്ന് പറയുന്നത് മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക എന്ന പോയിന്റാണ്. ഓക്കെ. അടുത്തത് തിളക്കം വർദ്ധിപ്പിച്ചു തരാം എന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കബളിപ്പിച്ച് കൊണ്ടുപോകുന്ന തട്ടിപ്പ് സംഘങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സ്വർണ്ണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്വാറേജിൽ അടങ്ങിയിട്ടുള്ളത് ഏതൊക്കെ ഇതെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡും HNO3. HCl-ഉം HNO3 ആണ് അക്വാറേജിൽ അടങ്ങിയിട്ടുള്ളതെന്ന് പറയുന്നത്. അടുത്തത്
പൂരിത ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഡാഷാണ്. എന്താണ്? ഏകാത്മക മിശ്രിതമാണ് ഉപ്പുവെള്ളം എന്ന് പറയുന്നത്. ഉപ്പുവെള്ളം എന്ന് പറയുന്നത് ഒരു ഏകാത്മക മിശ്രിതമാണ്. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയ്ക്കുള്ള സംഭാവനയ്ക്കാണെന്ന് ചോദിച്ചു. ഏതാണ്? ഓപ്ഷൻ എ ക്വാണ്ടം ഡോട്ട്സ്. സാധാരണ ഉപയോഗിക്കുന്ന സിമെന്റിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് പറയുന്നത് CaO ആണ്. CaO. മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവലാണ് ഏതെന്ന് പറയുന്നത്? അലിംഗം എന്ന് പറയുന്നത്. മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിത പ്രമേയമായ നോവലാണ് അലിംഗം എന്ന് പറയുന്നത്. ഏഷ്യൻ ഗെയിംസ് 2023 സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ് 2023 സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചത് ഹർമൻപ്രീത് കൗർ. ഇവിടെ ഉണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ആരുടെ വരികളാണെന്നാണ് ചോദിക്കുക. ആരുടെയാണ്? ഓപ്ഷൻ സി PP രാമചന്ദ്രനാണ്. PP രാമചന്ദ്രന്റെ വരികളാണ് ഇവിടെ ഉണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി എന്ന് പറയുന്നത്. താഴെ പറയുന്നതിൽ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. BNCAP എന്ന് പറയുന്നതാണ്. ഓക്കെ, അടുത്ത ഒരു ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3. CV രാമൻപിള്ള, പീറ്റർ സ്കോട്ട്, MT വാസുദേവൻ നായർ, ഹെമിംഗ്വേ, ONV കുറുപ്പ്, അലക്സാണ്ടർ പുഷ്കിൻ അല്ലേ? അവരുടെ ആ ഒരു പേരാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അവരുടെ അപരനാമങ്ങളാണ് പറയുന്നത്. CV രാമൻപിള്ളയുടെ പീറ്റർ സ്കോട്ട്, MT വാസുദേവൻ നായർ, ഹെമിംഗ്വേ, ONV കുറുപ്പ്, അലക്സാണ്ടർ പുഷ്കിൻ. ഓക്കെ, അടുത്തത് കഥകളി വിജ്ഞാനകോശം രചിച്ചത് ആരാണ്? കഥകളി വിജ്ഞാനകോശം രചിച്ചത് ഐമനം കൃഷ്ണ കൈമളാണ് കഥകളി വിജ്ഞാനകോശം രചിച്ചത്. തകഴി ശിവശങ്കര പിള്ളയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ചെമ്മീനാണ്. തകഴി ശിവശങ്കര പിള്ളയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ചെമ്മീൻ. താഴെ കൊടുത്തിട്ടുള്ള ശരിയായ പ്രസ്താവന ഏതെല്ലാം? ഇവിടെ ഏതാണ് ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. ഇതെല്ലാം ശരിയാണ്. ഓക്കെ, ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചു മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം. എപ്പോഴും ചോദിക്കുന്നതാണ്. ഒരു നെറ്റ്വർക്കിലെ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും അതേപോലെ തന്നെ തിരിച്ചു മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ്ബ് ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണ് വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് വിവരം അയക്കുള്ളൂ. ഓക്കെ, 3 ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ് എപ്പോഴും ചോദിക്കുന്നതാണ്. ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചു മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം. ഒരു നെറ്റ്വർക്കിൽ ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ്ബ് ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണ് വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് വിവരം അയക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഇന്ത്യൻ പാർലമെന്റ് വിജ്ഞാപനം ചെയ്ത തീയതിയാണ് ചോദിക്കുന്നത്. ഏതാണ്? 2000 ഒക്ടോബർ 17 ആണ്. 2000 ഒക്ടോബർ 17. വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ്. നമുക്ക് നോക്കാം. ന്യൂ ലിനക്സ് എന്ന് പറയുന്നത് ഏതാണ്? EXT4 ആണ്. EXT4 ആണ് ന്യൂ ലിനക്സ് എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് NTFS ആണ്. NTFS. ആപ്പിൾ മാക് OX എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഏതാണ്? HPFS ആണ്. HPFS ആണ്. ഓക്കെ, ന്യൂ ലിനക്സ് എന്ന് പറയുന്നത് EXT4, മൈക്രോസോഫ്റ്റ് വിൻഡോസ് NTFS, ആപ്പിൾ മാക് OS എന്ന് പറയുന്നത് HPFS. ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ് ആണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസ്. 2023 ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും നേടിയ ഇന്ത്യൻ താരമാണ് ആരെന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ എന്ന് പറയുന്നത്. ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ ആണ് 2023 ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിങ്ങിൽ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും നേടിയ ഇന്ത്യൻ താരം. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ഒരു വിശ്വസ്ത ബന്ധത്തിൽ അതായത് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുക എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഒരു വലിയ പൊതു താല്പര്യത്തിന് അത് ആവശ്യമാണെന്ന് യോഗ്യതയുള്ള അധികാരി കരുതുമ്പോഴാണ്. ഓക്കെ, വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ഒരു വിശ്വസ്ത ബന്ധത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ പൊതു താല്പര്യത്തിന് അത് അത്യാവശ്യമാണെന്ന് യോഗ്യതയുള്ള അധികാരി കരുതുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത്. അടുത്തത് ഇനി പറയുന്നത് ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതെന്നാണ് ചോദിക്കുന്നത്. ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപകടകരമായ ചരക്കുകൾ, ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനുള്ള അവകാശമുണ്ട്. ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരത്തെയും വിലയെക്കുറിച്ചും അറിയാനുള്ള അവകാശമുണ്ട്. അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം എന്താണ്?
ഉപഭോക്തൃ തർക്ക പരിഹാര അവകാശങ്ങളിൽ പെടുന്നതാണ്. ഓക്കെ. അപകടകരമായ ചരക്കുകൾ, ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം, ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരത്തെയും വിലയെക്കുറിച്ചും അറിയിക്കാനുള്ള അവകാശം, അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾക്കെതിരെ പരിഹാരം നേടാനുള്ള അവകാശം. ഓക്കെ. 2005 ഗാർഹിക അതിക്രമ നിയമത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ഗാർഹിക പീഡനം എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. കേസിന്റെ മൊത്തത്തിലുള്ള വസ്തുതകളും സാഹചര്യം കണക്കിലെടുത്തിട്ടാണ് അത് നിർണ്ണയിക്കപ്പെടുന്നത്. ഓക്കെ. 2005 ഗാർഹിക അതിക്രമ നിയമത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ഗാർഹിക പീഡനം എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ കേസിന്റെ മൊത്തത്തിലുള്ള വസ്തുതകളെയും സാഹചര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ്. മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പരിപാലനം, ക്ഷേമം എന്നീ വ്യവസ്ഥകൾ പ്രകാരം ഒരു മുതിർന്ന പൗരനെ നിലനിർത്താൻ ബന്ധു ബാധ്യസ്ഥനായിരിക്കുന്ന ഏത് വ്യവസ്ഥയിലാണെന്ന് ചോദിച്ചാൽ മുതിർന്ന പൗരന്റെ സ്വത്ത് ബന്ധു കൈവശം വെക്കുകയോ അല്ലെങ്കിൽ അനന്തരാവകാശമായി സ്വീകരിക്കുകയോ ചെയ്താലാണ്. ഒരു മുതിർന്ന പൗരനെ നിലനിർത്താൻ ബന്ധു ബാധ്യസ്ഥനായിരിക്കുന്ന ഏത് വ്യവസ്ഥയിലാണെന്ന് ചോദിച്ചാൽ മുതിർന്ന പൗരന്റെ സ്വത്ത് ബന്ധു കൈവശം വെക്കുകയോ അല്ലെങ്കിൽ അനന്തരാവകാശമായി സ്വീകരിക്കുകയോ ചെയ്താലാണ്. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? 3 വർഷത്തിൽ കൂടാത്ത തടവാണ്. 3 വർഷത്തിൽ കൂടാത്ത തടവ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ പൗരന്മാർക്ക് അവർക്കെതിരെയും ഇന്ത്യൻ സർക്കാരിനെതിരെ പോലും അവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാൻ അനുവദിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 32 ആണ്. 32. താഴെ പറയുന്നതിൽ ആരാണ് ദേശീയ വനിതാ കമ്മീഷൻ ആദ്യത്തെ അധ്യക്ഷൻ? ആരാണ്? ഓപ്ഷൻ എ ജയന്തി പട്നായിക് ആണ് ദേശീയ വനിതാ കമ്മീഷൻ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ 70 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതോടൊപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, താങ്ക്